നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ പറയുന്ന കുറച്ചു നാളുകാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം വന്നു ചേർന്നു. ഇവരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ആളുകാർ ഇവർ കുടുംബത്തിലുണ്ടെങ്കിൽ, ഈ നാളുകാരുടെ സാന്നിധ്യം കുടുംബത്തിൽ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരും. ഇവരുടെ കൂടെ ഉള്ളവർക്കും വലിയ സൗഭാഗ്യം വന്നു ചേരാൻ സാധിക്കുന്ന ചില ഭാഗ്യ നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് വലിയ തോതിലുള്ള ഭാഗ്യം കടാക്ഷിക്കുന്നു. ഇവർ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. കുല ദൈവത്തെ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ധർമ്മ ദേവതാപ്രീതിയും പിതൃപ്രീതിയും നടത്തുക. ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും. ഇവരുടെ കൂടെ ഭാഗ്യമുണ്ടാകും. ലോട്ടറി അടിക്കാനുള്ള അവസരവും ഈ നാളുകാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർക്ക് ധനം കുമിഞ്ഞു കൂടുകയും പണസംബന്ധമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഇവരുടെ സമയം മാറുന്നു. വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കൈവന്നിരിക്കുന്നു. അതായത് ഒരു ലോട്ടറി എടുത്താൽ പോലും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് വളരെ കൂടുതലാണ്. എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും മോശമായി കൊണ്ടുനിന്ന ആളുകളാണെങ്കിലോ ഇവരുടെ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ഈശ്വരന്റെ സമക്ഷത്ത് മാറ്റങ്ങൾ വന്നു ചേരുകയും ഇവർക്ക് സൗഭാഗ്യ നേട്ടങ്ങൾ ഇവരുടെ കൂടെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മാറുന്നു. കടബാധ്യത, സാമ്പത്തിക പിരിമുറുക്കം, രോഗദുരിതങ്ങൾ, മാനസിക സമ്മർദ്ദം ഇത്യാദി കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ആ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ, ഉയർച്ച തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്നു. ഇവർക്ക് ഒട്ടേറെ അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും. പണം ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും. ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറി ഇവർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരം വന്നു ചേരുന്നു. ധനലാഭത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ശുക്രന്റെ അനുകൂലമായ സ്വീകരിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ തൊടുന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കും. ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ടാകും. വിദേശ രാജ്യത്തേക്ക് പോകാനും അവിടെ നല്ല നിലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതിനും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും പഠന സംബന്ധമായിട്ടും ഒക്കെ വിദേശത്ത് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ലക്ഷ്മി പ്രീതി വരുത്തണം. ധനം ഇവരുടെ കൂടെ വലിയ തോതിൽ എത്തിച്ചേരുന്ന സമയം കൂടിയാണ്. ദൈവിക കടാക്ഷം ഈ നക്ഷത്രക്കാരെ വലിയ തോതിൽ അനുകൂലിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. ഇവർക്ക് ഭാഗ്യം വളരെയധികമുണ്ട്. എല്ലാവിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സൗഭാഗ്യ സമ്പന്നതയും ഐശ്വര്യപൂർണമായ നേട്ടങ്ങളുമൊക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമാണ്. എല്ലാവിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക മുന്നേറ്റം ഇവർ കാഴ്ചവെക്കും. തൊഴിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക്
വളരെ അനുകൂലമായ സ്ഥിതിവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും അലസത, മടി ഇത്യാദി കാര്യങ്ങളൊക്കെ മാറി വളരെ ഉന്മേഷത്തോടു കൂടി പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇവർ രക്ഷപ്പെടും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ താണ്ടും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിലേക്ക് നടക്കുന്ന സമയമാണ്. ഇവിടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരുന്നു. സമ്പന്നത ഇവരുടെ കൂടെ ഉണ്ടാകും. ഭാഗ്യം, നേട്ടം, ഈശ്വരാധീനം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യസമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു. സൗഭാഗ്യ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഈശ്വരാധീനത്തിലൂടെ ശക്തമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന, കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുകയും സുഹൃത്തുക്കളിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന സമയം കൂടിയാണ്. കാര്യങ്ങൾ യഥാസമയം വിശകലനം ചെയ്തുകൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യും. അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടെ സമർപ്പണം, കഠിനാധ്വാനം, ആത്മവിശ്വാസം ഇതിലൂടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ നേടാനുള്ള സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നു. സാമർഥ്യവും അധികാര കേന്ദ്രമായി ഈ നക്ഷത്രക്കാർ എല്ലാ വിധത്തിലും മുന്നേറാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന സമയമാണ് എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. ഇഷ്ടദേവന്റെയോ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ നിത്യ സന്ദർശനം നടത്തുക. ക്ഷേത്രത്തിലുള്ള ദേവതയുടെ അനുഗ്രഹം ഇവിടെ ഏതെല്ലാം ദുഃഖ ദുരിതങ്ങളിലൂടെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്താണെങ്കിലും ഒരു കൈത്താങ്ങ്, എല്ലാ വിധത്തിലുള്ള ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ രക്ഷപ്പെടും. ഈശ്വരാധീനത്തിലൂടെ നേട്ടങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് പ്രാർത്ഥനകൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു. വിദേശവാസത്തിലുള്ള അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന, ഉയർച്ചകൾ ലഭ്യമാകുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി, നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. എല്ലാവിധത്തിലുള്ള കഠിനമായ പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന സമയമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.